ഇതൊരു തീർത്ഥയാത്രയാണ്. മഹാഗുരുവിലേക്കുള്ള തീർത്ഥയാത്ര, അറിവിലേക്കുള്ള തീർത്ഥയാത്ര, സ്നേഹത്തിലേക്കും ആത്മീയതയിലേക്കും ഉള്ള യാത്ര. മഹാഗുരുവിൻ്റെ സ്വാധീനം എൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ചെറുതല്ല. മഹാഗുരുവിൻ്റെ ഈ അധ്യായം ഞാൻ അഭിമാനപൂർവ്വം സമർപ്പിക്കുന്നു. നാണു, നിന്നെ നാണഭക്തരെന്ന് പലരും കളിയാക്കുന്നുണ്ടല്ലോ. അതിൽ നിനക്ക് നാണക്കേടൊന്നുമില്ലേ? നാണിക്കുന്നത് എന്തിന്? സന്തോഷിക്കല്ലേ വേണ്ടത്. കളിച്ചും ചിരിച്ചും രസിക്കേണ്ട പ്രായത്തിൽ ഭസ്മവും ചന്ദനവും നെറ്റിയിലും കൈകളിലും വാരിപ്പൂശി നടക്കുകയാണോ? ഭസ്മവും ചന്ദനവും ശരീരത്തിന് നല്ലതാണെന്നാ വൈദ്യരമ്മാവും പറയുന്നത്. അത് ശരിയായിരിക്കാം. പക്ഷെ ജപമാലി അണിഞ്ഞ് കയ്യിൽ പുരാണ ഗ്രന്ഥങ്ങളും ഏന്തി നടക്കുന്നത് കാണുമ്പോ ഞാനല്ലേ അതൊക്കെ അണിയുന്നത്. അതിന് കാണുന്നവർക്ക് എന്താ ഛേദം? ഒളിഞ്ഞും തെളിഞ്ഞും കളിയാക്കുന്നത് കേൾക്കുമ്പോ അമ്മയ്ക്കൊരു വിഷമം. അമ്മ വിഷമിക്കേണ്ട. ഈ അമ്മയ്ക്ക് എന്റെ ഗതിയെ കുറിച്ച് ഒന്നും അറിയില്ല. ശരിയാണോ? അമ്മയ്ക്ക് ഒന്നും അറിയില്ല. ചില കാര്യങ്ങൾ കാണുമ്പോ നിന്നെക്കുറിച്ച് അഭിമാനം തോന്നും. എങ്കിലും പ്രായത്തിനൊത്ത ഭക്തി പോരെ. ഭക്തിക്ക് പ്രായമുണ്ടോ? നിന്നോട് തർക്കിക്കാൻ പറ്റില്ല. എങ്കിലും ഒരു കാര്യം ഓർക്കണം, നിനക്ക് സഹോദരിമാരുണ്ട്. അത് പ്രത്യേകം പറയണോ? എനിക്കറിയില്ലേ. അവരുടെ കാര്യങ്ങൾ നോക്കി നടത്തേണ്ട ആളാ, അത് മറക്കരുത്. ഭൂമി സ്വയം കറങ്ങുകയാണ്. ആരും കറക്കി വിടേണ്ടതില്ല. എല്ലാം സമയം സംഭവിക്കും. എല്ലാം ദൈവനിശ്ചയം പോലെ നടക്കില്ലേ? പിന്നെന്തിനമ്മ വിഷമിക്കണം? അമ്മമാരുടെ മനസ്സ് അങ്ങനെ തന്നെയാണോ? ഭൂമിയെ പോലെ സദാസമയം തിരിഞ്ഞോണ്ടിരിക്കും. അതിങ്ങ് തന്നെ. അമ്മ സ്വന്തം കുടുംബത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. അതാ വിഷമം തോന്നാത്തത്. ഭക്തിയും പ്രാർത്ഥനയും ഒക്കെ വേണം. പക്ഷെ വീടും കുടുംബവും മറന്നുകൊണ്ടുള്ള ഭക്തിയും പ്രാർത്ഥനയും കാണുമ്പോ ഞങ്ങക്ക് വിഷമമുണ്ട്. അച്ഛനും അമ്മാവനും ഒക്കെ പറയാറുണ്ട്. ആരെയും വിഷമിപ്പിക്കാനല്ല, എല്ലാവരെയും വിഷമം മാറ്റാനാ എന്റെ ആഗ്രഹം. നാണു കുടിക്ക്. നാണു പറയുന്നത് കേൾക്കുമ്പോ അതിലും ശരിയുണ്ടെന്ന് തോന്നും. ഏതിലും ശരിയുണ്ടച്ചാ, അത് കണ്ടെത്തണമെന്നേ ഉള്ളൂ. കൊച്ചനാശൻ അമ്മാവനും ഇതുപോലെ ആയിരുന്നു അത്ര. ആർക്കും തർക്കിച്ച് ജയിക്കാൻ പറ്റില്ല. ഇത് കൊച്ചനമ്മാവൻ ആശാൻ തന്നെ. അവകാശവാദങ്ങളില്ല, പ്രശംസ പോലും ഇഷ്ടപ്പെടുന്നില്ല. എന്താണമ്മേ ചില കുട്ടികൾ എന്നെ കാണുമ്പോ ഒഴിഞ്ഞു മാറുന്നത്? ഏതായി ചങ്ങാതിമാര്? പാടത്ത് പണിയെടുക്കുന്നവരുടെ മക്കൾ. ഞാൻ ചങ്ങാത്തത്തിന് ചെന്നാലും അവർ ഒഴിഞ്ഞു മാറും. ഓ, അതാണോ കാര്യം? അവര് താണജാതിക്കാരായതുകൊണ്ടാ? എന്താ, അവരും എന്നെ പോലത്തെ കുട്ടികളല്ലേ? അവരും കുട്ടികൾ തന്നെ, പക്ഷെ അവരുമായി കൂട്ടുവേണ്ട. അവർക്ക് എന്താണ് കുഴപ്പം? ഞാനും അവരും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ആര് പറഞ്ഞു വ്യത്യാസമില്ലാന്ന്? താണ ജാതിയിലുള്ളവരെ തീണ്ടുന്നവർ അശുദ്ധരാകും. പിന്നെ കുളിച്ച് ശുദ്ധി വരുത്തിയാലേ വീട്ടിലുള്ള മറ്റുള്ളവരെ തൊടാവൂ. അപ്പോ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അതുകൊണ്ടാണ് അവരുമായി കൂട്ടുവേണ്ടാന്ന് പറഞ്ഞത്. അവര് കൊയ്യുന്ന നെൽമണി കൊള്ളാം, അവര് ചെത്തി തരുന്ന ഇളനീര് കൊള്ളാം, അവര് കറക്കുന്ന പാലും കൊള്ളാം. അവര് മാത്രം കൊള്ളില്ലല്ലേ? അയിത്തം, തീണ്ടാപ്പാട് എന്നിവയെക്കുറിച്ച് വലുതാവുമ്പോ നിനക്ക് മനസ്സിലാവും. അയ്യോ കഷ്ടം. അവരും മനുഷ്യരല്ലേ അമ്മേ. ഇതൊന്നും ദൈവത്തിന് ഇഷ്ടപ്പെടില്ല. അതൊക്കെ നാട്ടാചാരങ്ങളാ. ദൈവത്തിനും അതൊക്കെ ഇഷ്ടാ. ആര് പറഞ്ഞു? മനുഷ്യരെ വേദനിപ്പിക്കണമൊന്നും ദൈവത്തിന് ഇഷ്ടാവില്ല. നാണുവിന് എങ്ങനെ അറിയാം ദൈവത്തിന്റെ ഇഷ്ടം? സ്വന്തം മനസ്സിനോട് ചോദിച്ചാൽ അറിയാം ദൈവത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ. മനസ്സിന് പിടിക്കാത്തത് ദൈവത്തിനും പിടിക്കില്ല.
ആശാൻ പഠിപ്പിച്ച പലതും എനിക്ക് പിടികിട്ടിയില്ല. സാരമില്ല, എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു തരാം. നാണുവിന് ഒരു വട്ടം കേട്ടാൽ മതി. ആശാനും വലിയ ഇഷ്ടമാണ്. എനിക്കെല്ലാം സംശയം. കുറച്ചറിയുമ്പോൾ സംശയം തോന്നും, കൂടുതലറിയുമ്പോൾ അത് മാറും. നാണു ഭക്തനെന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ചില കൂട്ടുകാർ കളിയാക്കിയും വിളിക്കും വലിയ ഭക്തനെന്ന്. അതിനെന്താ, വിളിച്ചോട്ടെ. എന്ത് വിളിച്ചാലും എനിക്ക് ഇഷ്ടം തന്നെ. എനിക്കാണെങ്കിൽ ദേഷ്യം വന്നേനെ. കളിയാക്കുന്നവരോട് വഴക്കിടാനേ നേരമുള്ളൂ. അതെന്തിനു കളിയാക്കുന്നത്? കാര്യമാക്കാതിരുന്നാ പോരെ. ആശാൻ പലരോടും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നാണുവിനെ കണ്ടുപഠിക്കണമെന്ന്. കളരിയിൽ ആശാൻ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിരിക്കും, അത്രേ ഉള്ളൂ. നാണുവിൻ്റെ ശാന്തതയും വിനയവും ഒന്ന് വേറെ തന്നെ. സത്യം പറയാലോ, എനിക്ക് ഈ ഗുണങ്ങളൊന്നുമില്ല. മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കുന്നത് മഹാപാപമാണ്. ആ വിക്രമനോട് പറയണം, അവൻ മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കും. പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ വല്ല ഉപദേശിച്ചാ അവൻ നമ്മളെ ഉപദ്രവിക്കും. നാളെ ആശാനോട് പറഞ്ഞു കൊടുക്കാം. വേണ്ട നാണു, അതറിഞ്ഞാൽ അവൻ നമ്മളോട് വഴക്കിന് വരും. നാം വഴക്കിന് പോവാതിരുന്നാ മതി, അവൻ പിന്തിരിഞ്ഞോളൂ. നാണുവിനെ അറിയില്ല അവനെ. വഴി കാണുന്ന ഓന്തിനെ ആരണയും കല്ലെറിഞ്ഞു കൊല്ലും. പാപം ചെയ്യുന്നവർ അതിന്റെ ഫല അനുഭവിക്കേണ്ടി വരുമെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. പിടിക്കാൻ വന്നേക്കുവാ. ഓടിക്കോണം. കുട്ടികളെ, അരുത് കുട്ടികളെ, അരുത് കുട്ടികളെ, അരുത് കുട്ടികളെ, എറിയരുത് കള്ള സന്യാസിയാ. കുട്ടികളെ, എറിയരുത് എറിയരുത്, കണ്ടുപോകരുത്. അരുത് കുട്ടികളെ. എറിഞ്ഞോടിക്കടാ. അരുത് കുട്ടികളെ, കള്ള ഇത് പാപമാണ്. സന്യാസിയാ. പിള്ളേരെ പിടിക്കാൻ വന്നേക്കുവാ. പറയുന്നത് കേൾക്ക് കുട്ടികളെ, കേൾക്ക് കുട്ടികളെ, അരുത് കുട്ടികളെ, എറിയരുത് എറിയടാ. കുട്ടികളെ, അരുത് കുട്ടികളെ, എറിയടാ. കുട്ടികളെ, അരുത്. എറിഞ്ഞോടിക്കടാ. പറയുന്നത് കേൾക്ക് കുട്ടികളെ, പോയിക്കോ. കുട്ടികളെ, എറിയരുത്. അരുത് കുട്ടികളെ, അരുത്, എറിയരുത്. ഇയാളെ നാണുഭക്തന്റെ അമ്മാവനായിരിക്കും. എറിഞ്ഞോടിക്ക് ഈ കള്ള പൂച്ച എറിയരുത് സന്യാസിയെ. കുട്ടികളെ. കുട്ടികളെ പിടിക്കേണ്ടി വന്നതാ. അടിച്ച് പറഞ്ഞില്ലേ? എറിയരുത് ഓടിക്കോണം. കുട്ടികളെ, എറിയരുത്. ആരും അനുസരിക്കുന്നില്ല. പോയിക്കോണം. സാരമില്ല, കുട്ടി കരയണ്ട, കരയാതിരിക്കുക. കരയാതിരിക്കുക. വരൂ.
എന്തിനാ കുട്ടി കരയുന്നത്? അവർ എന്നെയല്ലേ ഉപദ്രവിച്ചത്? സന്യാസിമാർ പൂജനീയരാണ്. അവര് ഉപദ്രവിച്ച ദേവൻ കോപിക്കുന്ന മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. എന്താ കുട്ടിയുടെ പേര്? നാണു. എവിടെയാ കുട്ടിയുടെ വീട്? അങ്ങ് വയൽവാരത്താ. ഞാനും കൂടെ വരാം. നാണുവിന്റെ വീടും കാണാമല്ലോ. സന്യാസിയുടെ പേരെന്താ? ജടാധരൻ. സ്വാമി എങ്ങോട്ട് പോവുകയായിരുന്നു? രാമേശ്വരത്തേക്ക് പോകാൻ ഇറങ്ങിയതാ. വഴിയിൽ വെച്ച് ഇങ്ങനെയൊക്കെ ആയി. രാമേശ്വരം അങ്ങ് ദൂരെയാണോ? ദൂരവും യാത്രയൊക്കെ മനസ്സ് നിശ്ചയിക്കും പോലല്ലേ നാണു? എന്തായാലും നാണു എൻ്റെ രക്ഷകനായി. ഞാനല്ല, ദൈവമാണ് സ്വാമിയെ രക്ഷിച്ചത്. എല്ലാവരെയും രക്ഷിക്കുന്നവനാണ് ആ പരമശിവൻ. ശിവശിവ. അണ്ണാ, നാണു വരുന്നു. കൂടെ ഒരു സ്വാമിയുണ്ട്. അണ്ണാ. ഓ, ദേ വരുന്നു. സ്വാമി ഇരിക്കൂ. ആ, ഇതാരാ? കളയിൽ നിന്ന് മടങ്ങുമ്പോൾ വഴിക്ക് വെച്ച് കണ്ട സ്വാമിയാ. ഞാൻ ജടാധരൻ. വഴിക്ക് വെച്ച് നാണുവിനെ കണ്ടു, പരിചയപ്പെട്ടു. വീടും കൂടി കണ്ടിട്ട് പോകാമെന്ന് കരുതി. അത് നന്നായി. പുണ്യാത്മാക്കളുടെ ആഗമനം ശുഭകരമാണല്ലോ. നാണുവിനോളം പുണ്യാത്മാവിനെ ഞാൻ കണ്ടിട്ടില്ല. എന്താണെന്നാണ് സ്വാമി പറയുന്നത്? നാണുവിനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് സമാധിയായേനെ. എന്താണ് സംഭവിച്ചത്? ഒന്നും പിടികിട്ടില്ല. ഞങ്ങൾ കളരിയിൽ നിന്ന് മടങ്ങി വരികയായിരുന്നു. ഒരു സംഘം കുട്ടികൾ കാഷായ വേഷവും താടിയും മുടിയും കണ്ടപ്പോ ചില കുട്ടികൾക്ക് നീരസം തോന്നി. അവര് സ്വാമിയെ കൂവി വിളിച്ചു, കളിയാക്കി ചിരിച്ചു. അവരോട് കൂട്ടൊന്നും വേണ്ടെന്നാണു. അയ്യോ, നാണു പാവം. അവരിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിയാണ് നടന്നിരുന്നത്. നാണു വൈകിയപ്പോഴേ എനിക്ക് തോന്നി എന്തോ അനിഷ്ടം സംഭവിച്ചുവെന്ന്. നാണു വന്ന് കൊടുക്കാത്തത് കൊണ്ട് പശുക്കളും ഒന്നും തിന്നില്ല. എല്ലാം വഴിക്കണ്ണം നോക്കി നിൽപ്പാ. ചില കുട്ടികൾ കല്ലെറിഞ്ഞു, ചിലർ മണ്ണുവാരി എറിഞ്ഞു. അഴുതുന്ന പലവട്ടം ഞാൻ അവരോട് അപേക്ഷിച്ചു. ഭിക്ഷാന്തേഹികൾക്ക് ഇത് പതിവാ. കാണുന്ന ചിലർ കളിയാക്കും, ഉപദ്രവിക്കും. സഹനത്തിലൂടെയാണല്ലോ നമ്മുടെ യാത്ര. ആ വിക്രമനും കൂട്ടുകാരും ആ മുന്നിൽ. സ്വാമി എല്ലാം സഹിച്ചു നിന്നു. സന്യാസിയുടെ മഹത്വം അറിയാത്ത പിള്ളേര് തന്നെ. അവർക്കെന്തറിയാം? പാവം കുട്ടികൾ. നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ വീട്ടിലാരും ഉണ്ടാവില്ല. ഇപ്പോഴത്തെ പിള്ളേരല്ലേ, പറഞ്ഞാലും കുറെ കേക്കും. കല്ലേറും ഉപദ്രവവും കൂടിയപ്പോ അഴുതെന്ന് പറഞ്ഞു നോക്കി, ആര് കേക്കാൻ? സന്യാസിമാർക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ വഴിയിലെല്ലാം ഉണ്ടാവും. സഹിച്ചല്ലേ പറ്റൂ. സ്വാമി ഒന്ന് ദേഷ്യപ്പെട്ട് വടിയെടുത്താ മതിയായിരുന്നു. അത് നമ്മുടെ മാർഗമല്ലല്ലോ. അതിനാൽ സഹിക്കുക തന്നെ. കുട്ടികളുടെ ഈ താന്തോന്നിത്വം നാളെ കളിരാശനോട് പറയണം. കല്ലേറല്ല എന്നെ ശരിക്കും വേദനിപ്പിച്ചത്. ഞാൻ നോക്കുമ്പോഴുണ്ട് നാണു പൊട്ടിക്കരയുക. നാണുവിനെ മറ്റു കുട്ടികൾ കളിയാക്കി കാണും. ഇല്ല, നാണുവിന്റെ ഏങ്ങലടിയും കരച്ചിലും കണ്ട് മറ്റു കുട്ടികൾ വിരണ്ടുപോയി. അവർ നാലുപാടും ഓടിക്കളഞ്ഞു. നാണു അങ്ങനെയാ. ഉറുമ്പിനോടും കിളികളോട് പോലും അവൻ എന്ത് സ്നേഹ. അമ്മാവനെന്ന നിലയിൽ പലപ്പോഴും എനിക്കും അഭിമാനം തോന്നും. കാര്യമറിയാതെ പലപ്പോഴും ഞാൻ എൻ്റെ കുട്ടിയെ ശാസിക്കാറുണ്ട്. സത്യം അറിയുമ്പോ എനിക്ക് തന്നെ ഉള്ളു നോവും. ലോകരഹസ്യം അറിയാവുന്ന കുട്ടിയാണ് നാണു.
നചികേതസിനെ പോലെ പ്രപഞ്ച പൊരുൾ തേടുന്ന കണ്ണുകളാണ്. നാണുവിനെ ശാസിക്കണ്ട. നാളെ ലോകത്തെ ശാസിച്ച് തിരുത്തേണ്ട മഹാത്മാവാണ്. നാണു പിറന്ന ഈ വീട് സമഭാവനയുടെ തറവാടായി വാഴ്ത്തപ്പെടും. രാമേശ്വരത്തെത്തും മുമ്പേ ഭഗവാനെ കണ്ടു. പുണ്യം പിറന്ന വീടും ദർശിച്ചു. ഈ തിരുമുറ്റത്ത് എത്രയോ തലമുറകൾ വരാനിരിക്കുന്നു അനുഗ്രഹം തേടി.